ഹായ്, കഞ്ഞിയുടെ കൂടെ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി, അടിപൊളി. അത് മാത്രം മതിയില്ലേ ഉച്ചക്ക്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കൽ നോക്കിയാലോ. കുറച്ച് ചീരകൾ എടുത്തിട്ട് അത് നന്നായിട്ട് കുത്തി കുത്തി അടിച്ചടിച്ച് നമ്മൾ എടുക്കണം. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഉരുള ഉണ്ടാവും, അതുകൊണ്ട് ആരും ആ പണിക്ക് പോകണ്ട. കുത്തി കുത്തി മെനക്കെട്ട് വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് നന്നോളം ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഡ്രൈ ചില്ലി ഒന്നും കൂടെ ഒന്ന് വാട്ടിയിടണം. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, പൊടിച്ചെടുക്കണം. പിന്നെ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വാട്ടി ഇടിപ്പിക്കണം. വാട്ടിപ്പിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ വാടുമെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ മെയിൻ സാധനം ഡ്രാഗൺ ഫ്രൂട്ട്. അതൊരു ന്യൂട്രിയൻ സംഭവമാണ്. ഞാൻ കുറച്ച് ന്യൂട്രിയൻ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും എന്ത് ചെയ്യണം, അതിലേക്ക് നന്നായി ലയിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഈ ഡ്രൈ ചില്ലി നമ്മൾ പൊടിച്ചെടുത്തതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതെന്ത് കോലം എന്ന് വിചാരിക്കും. ഇതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അരിമുറി തേങ്ങ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇപ്പോൾ ഒരു ചമ്മന്തിയിലൊക്കെ ആയില്ലേ. ഉപ്പിടാൻ നന്നായിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ ഈ പുളിയും കൂടെ ഒരു ടേസ്റ്റിന്. എന്നിട്ട് അതൊക്കെ കൂടെ കൂട്ടി അടിച്ചെടുക്കുക. പിന്നെ പുളീൻ്റെ കുരു കളഞ്ഞുകൊണ്ട് ഞാൻ കളയാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് മൊത്തം ഒന്ന് ഉരുളയാക്കിയിട്ട് ഞാൻ അതിൽ വെച്ച് നോക്കി. എന്തായാലും അത് പണി പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ടാണ് കഴിച്ചത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്നാൽ ശരി, ടാറ്റാ.